100% ഞാൻ സ്വാഗതം ചെയ്യുന്നു. കലാകാരന്മാരുടെ ഉള്ളിൽ എപ്പോഴും നന്മ അവശേഷിക്കും. നിവർത്തികേടാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ എങ്കിൽ പോലും ഇത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണിത്. കാരണം ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 95-ൽ അമ്മയുടെ മെമ്പർഷിപ്പ് എടുക്കുകയും അതേ വർഷം റിസൈൻ ചെയ്യുകയും ചെയ്ത ആളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരാൾ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് റിസൈൻ ചെയ്യുന്നത്? ആ സംഘടന അസോസിയേഷൻ്റെ അകത്തുള്ള അംഗങ്ങൾക്ക് വേണ്ട അവകാശ സംരക്ഷണമോ അല്ല ഏതെങ്കിലും പ്രതീക്ഷകൾ നൽകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അന്ന് റിസൈൻ ചെയ്തിട്ട് ഇതുവരെ ഞാൻ അതിൻ്റെ അകത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ ഏറ്റവും വലുതെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, എൻ്റെ കാഴ്ചപ്പാട് അതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പോരായ്മകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പോരായ്മകളുള്ള, കൃത്യമായിട്ടും ഏത് തൊഴിലിടമാണോ ഏത് പ്രവർത്തന രംഗമാണോ ആ രംഗത്തിന് ഉപയുക്തമാകുന്ന രീതിയിലേക്ക് അതിനെ വളർത്താൻ കഴിയുന്നില്ലെങ്കിൽ എത്ര കാലം നമ്മളത് പിടിച്ചു കൊണ്ടുപോയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിനിമയോ അമ്മയോ എന്നുള്ള അസോസിയേഷനോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. സിനിമ ഏറ്റവും മനോഹരമായ ഒരു സാംസ്കാരിക മാധ്യമമാണ്, ഏറ്റവും കാൽപ്പനിക സൗന്ദര്യമുള്ള ഇടമാണ്. പക്ഷെ അതിൽ പ്രവർത്തിക്കുന്നവർക്കും ആ സൗന്ദര്യം വേണം, ആ ഡിസിപ്ലിൻ വേണം. ഇപ്പോൾ ഇവർ ഓരോരുത്തരെയും കുറ്റാരോപിതരാവുന്നവരും കുറ്റകൃത്യങ്ങൾ ചെയ്തവരും മറ്റുള്ളവരെ ചൂഷണം ചെയ്തുള്ളവരും മറ്റുള്ളവരെ വിഷമിപ്പിച്ചിരിക്കുന്നവരും അവരുടെ വ്യക്തി ജീവിതത്തിന് അച്ചടക്കം ഉണ്ടായില്ല, എങ്ങനെ വേണേലും ആകാം എന്ന് പറയുന്ന ഒരിടത്തേക്ക് പോയതാണ്. അത് ഞാൻ ലൈംഗിക ചൂഷണങ്ങളെ മാത്രമല്ല പറയുന്നത്, സാമ്പത്തിക ചൂഷണം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക മണ്ഡലം എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമില്ലായ്മ, ഒരു വ്യാവസായിക മേഖല എന്നുള്ള രീതിയിലുള്ള ചട്ടങ്ങളിലും ചിട്ടകളിലും പോകായ്മ, അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മ, അങ്ങനെ ഏത് രീതിയിലും ഒരു കുത്തഴിഞ്ഞ സംവിധാനത്തിലേക്ക് സിനിമ പോയതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമുക്കിപ്പം ഈ ഒന്നിച്ച് ചേർത്ത് പിടിക്കാൻ വയ്യാതെ ഈ എതിളുകളെല്ലാം കാറ്റിൽ പറക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് ഇതൊരു നല്ല സമീപനമാണ്. ഇത് ആദ്യമേ തുടങ്ങട്ടെ. എന്തായാലും അസോസിയേഷൻ വേണം, ഒരു സംഘശക്തി വേണം. ഞാനൊക്കെ എപ്പോഴും പറയാറുണ്ട്, സിനിമയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു സാംസ്കാരിക വ്യവസായ തൊഴിൽ മേഖല എന്നുള്ളതിനനുസരിച്ച് ഒരു വെൽഫെയർ അസോസിയേഷൻ പോരാ. ചില ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സംഘടനകൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതൊരു ട്രേഡാണ്. ഓഫ് കോഴ്സ് എത്രയോ പണത്തിൻ്റെ ഫ്ലോ നടക്കുന്ന, സർക്കാരിന് എത്രയോ ഇൻകം വരുന്ന രീതിയിലുള്ളൊരു ട്രേഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർനാഷണൽ ലിങ്കുകളുള്ള ട്രേഡ്. ഇപ്പം നമ്മൾ വേൾഡ് വൈഡാണ് റിലീസ്, അത്തരത്തിലുള്ളൊരു ട്രേഡാണ്. അപ്പോൾ ആ ട്രേഡിനെ സാധൂകരിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് യൂണിയൻ സംവിധാനം ഉൾക്കൊള്ളുന്ന രീതിയിൽ കുറച്ചുകൂടി വലുതായി കണ്ടുകൊണ്ടിട്ടുള്ള ഒരു സംഘാടന വേണം. അത്തരത്തിലുള്ളൊരു സംഘശേഷിയിലേക്ക് വരണം. എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ഈ പല വിഭാഗങ്ങളായ ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളും ഒക്കെ മാറി നിൽക്കുന്നിടമല്ല, ഒരു തൊഴിലിടം എന്നുള്ള രീതിയിൽ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സംവിധാനത്തിലേക്ക് വരിക എന്നുള്ളത് അനിവാര്യമായ ഘട്ടമാണിത്. തീർച്ചയായിട്ടും. അതിപ്പോൾ ഞാൻ പറയുന്നത് ഇവരാരും മോശമല്ല. ഇപ്പം നേരത്തെ ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു പേര് സജസ്റ്റ് ചെയ്യാനുണ്ടോയെന്ന്. ഒരു പേര് സജസ്റ്റ് ചെയ്യാനില്ല. കാരണം ഇവരാരും മോശമല്ല, ഇവരെല്ലാവരും മിടുക്കരാണ്, പ്രഗത്ഭരാണ്. ഇപ്പം ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഒരു ഈ സിനിമയില്ലാതെ മലയാളിയില്ല അല്ലേ? മലയാളിയുടെ ബൗദ്ധിക ശേഷിക്ക് വിനോദവും വിജ്ഞാനവും പ്രൈമറി നീഡ്സാണ്. അങ്ങനെ നോക്കുന്ന വിനോദത്തിൽ ഏറ്റവും സ്വാധീനമുള്ളത് സിനിമയാണ്. അപ്പോൾ അത്തരത്തിൽ സിനിമയില്ലാതെ മലയാളിയില്ല, സിനിമയില്ലാതെ നമ്മൾ ആരും ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അവിടെ ഏറ്റവും സംഭാവന കൊടുത്തു നിൽക്കുന്ന ഈ കലാകാരന്മാരെല്ലാം ആ രീതിയിൽ മഹാരഥന്മാരാണ് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും സ്വയം ചോദിക്കുക, ഞാൻ എവിടെ തിരുത്തണം എന്ന് ചോദിക്കുക. തിരുത്തിയിട്ട് ഒരു പുതിയ സംവിധാനത്തിലേക്ക് വരാൻ, കറയില്ലാതെ വരാനുള്ള ഒരു നിസ്വാർത്ഥമായ മനോഭാവത്തിലേക്ക് വരിക, അത്രയേ ഉള്ളൂ. ഇനി ഒരു പുതിയ നേതൃത്വമൊക്കെ വരുമ്പോൾ ഈ ഒരു കെട്ടുറപ്പോട് കൂടിയുള്ള സംഘടനയായിട്ട് ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാറണം, അത് അനിവാര്യമല്ല. നമുക്കൊന്നും ഇമ്പോസിബിൾ അല്ല, നമുക്കെല്ലാം പോസിബിളാണ്. പക്ഷെ നമ്മൾ നിലപാടുണ്ടാവണം, അതിനുള്ള നിശ്ചയദാർഢ്യം ഉണ്ടാവണം. ആ ദാർഢ്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാവണം. എന്തിനാണ് സംശയം? എന്തിനാണ്? ലോക സിനിമയുടെ നെറുകയിൽ മലയാള സിനിമ നിന്നിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും. പിന്നെ നമുക്ക് എന്തിനാണ് സംശയം? എന്തിനാണ് മാധ്യമങ്ങളൊക്കെ ചില ടിപ്പിക്കൽ വേർഡ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒളിച്ചോട്ടമൊന്നുമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, അവരൊളിച്ചോടിയിട്ട് എവിടെ പോവാനാ? അവരൊളിച്ചോടിയാൽ നമ്മളുടെ ഹൃദയങ്ങളിൽ നിന്ന് പോകുമോ? അവരൊക്കെ സമ്മാനിച്ച സിനിമകൾ നമ്മളുടെ ഇടയിൽ നിന്ന് പോകുമോ? അപ്പോൾ അവരെങ്ങോട്ടോ ഒളിച്ചോടാനുള്ള? തിരുത്തേണ്ടവർ തിരുത്തുക തന്നെ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവരോട് ഔദ്യോഗികമായിട്ട് ഇവരോട് ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ അമ്മയുടെ ഭാഗമല്ല, അത് കുറ്റസമ്മതമാണല്ലോ. അങ്ങനെയാണ് അവരിനിയിപ്പോൾ പറയാൻ പോകുന്നത്.
ഇടപാടോ അതിപ്പോൾ ഞാനില്ലല്ലോ അവരെ യെസ് അതൊരു ഒഴിവ് കഴിവ് പറയലും അതാണ് മുമ്പിൽ വന്ന് നിന്ന് പറയാനുള്ള നാണക്കേടിൽ നിന്നോ എന്തോ അത് മാറി നിൽക്കാനുള്ളൊരു ശ്രമമായിരിക്കാം ചിലപ്പോൾ ആ അർത്ഥത്തിൽ. പക്ഷേ അങ്ങനെയൊന്നും ഒളിച്ചോടൽ അല്ല. നിയമത്തിൻ്റെ മുമ്പിൽ ആർക്കും ഒളിച്ചോടാൻ പറ്റില്ല. കുറ്റം ആരോപിക്കുന്നവർ ഇനിയും പരാതികളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവരുടെ പേരിൽ കുറ്റമുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്കത് ഒളിച്ചോടാനൊന്നും പറ്റില്ല. ഇതിന്റെ ഭാരവാഹിത്വത്തിലേക്ക് ഒരു വനിത എന്തായാലും വരേണ്ടുന്ന ഒരു അനിവാര്യതയിലേക്കാണ് കാര്യങ്ങൾ. ആ ചിന്ത നല്ലതാണ്. ആ ഒരു തോട്ട് ഉണ്ടാവുന്നത് കാലികമായ ഒരു വലിയ വിപ്ലവത്തിൻ്റെ സൂചനയാണ്. ഇത്തരം ഇടങ്ങളിലേക്ക് ആൺപെൺ വ്യത്യാസങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല. ലിംഗസമത്വമാണ് നമ്മളെല്ലാവരും പറയുന്നത്. ഇത്തരം ഇടങ്ങളിൽ ആണ് പെണ്ണെന്ന് വേർതിരിച്ച് നിന്നിട്ടല്ല. പക്ഷെ ഇത്രയധികം പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തിന് പൊതുവേ ഒരു ഉണർവേകാൻ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പദവികളിലേക്ക് സ്ത്രീകൾ വരുന്നത് നല്ലതാണ്. അങ്ങനെ വന്നാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് സ്ത്രീകളുടെ എല്ലാ പ്രിവിലേജുകളും പ്രായോഗികമാക്കി പറ്റുന്ന രീതിയിലേക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി അവർക്ക് കൊടുക്കണം.